ഞാൻ ഈ നേരം വിളക്കുന്ന മുമ്പ് ഈ വണ്ടി കൊണ്ട് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പരിപാടിയുണ്ട്. നമ്മുടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ 2 മുതലിനെയും കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അങ്ങനെ നിഗമത്തിൻ്റെ വണ്ടിയും കൊണ്ട് നാദൃശയും നമ്മുടെ ഭാഗയെ കൊണ്ട് ഞാനുമാണ് ഇന്ന് ട്രിപ്പ് പോകുന്നത്. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുള്ളാക്കുക. ഇവിടെ ആകുമ്പോൾ ഡീസലിന് വില കുറവാണല്ലോ. അങ്ങനെ നമ്മുടെ 2 വണ്ടി ഫുള്ളാക്കിയിട്ട് ഇനി ഇവിടെ നിന്ന് നമ്മൾ യാത്ര തിരിക്കാൻ പോകുന്നത്. അങ്ങനെ തക്കല എത്തിയതോടുകൂടി നമ്മൾ 2 വണ്ടി സൈഡിലാക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ നാദൃശയുടെ അളിയനാണ് ഈ ഫുഡ് വിളമ്പുന്നത്. പൊറോട്ടയും ചിക്കനുമാണ്. ഇന്നൊരു പിടി പിടിക്കണം. സമയം 10 കഴിഞ്ഞെങ്കിലും പൊറോട്ടയുടെ ഇറച്ചിയുടെയും ചൂടൊന്നും മാറിയിട്ടില്ല. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഈ പൊറോട്ടയെല്ലാം കുത്തിക്കെട്ടിക്കൊണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് ആറ്റിങ്കര. തമിഴ്നാടുള്ള സ്ഥലമാണ്. നമുക്കൊരു എതിരാളിയായിട്ട് KSRTCയും കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുതലിൻ്റെ ചോറൂണാണ്. ഇതാണ് നമ്മുടെ നാദൃശയുടെ സഹറ. കേരളത്തിലെ ചൂടേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് തമിഴ്നാട്ടിലെ ചൂട്. അതുകൊണ്ട് പുള്ളിക്കാരി ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞ് ഈ കൊലത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ ചോറൂണിന് മുമ്പേ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയടിക്കുക. ഇതിന് മുന്നേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം ഇവിടെ ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ പള്ളിയുടെ ഓരോ ആചാരങ്ങളാകുമ്പോൾ നമ്മളത് മാനിക്കണമല്ലോ. പള്ളിയുടെ മാത്രമല്ല, എവിടെ പോയാലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കുക. അത് നമ്മുടെ ഒരു മര്യാദയാണ്. അതുകൊണ്ട് പള്ളിക്കത്തുള്ള വീഡിയോ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി നമ്മുടെ മുട്ടച്ചി സാറ സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കലാപരിപാടിയും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. വേറൊന്നുമല്ല, ഇവിടെ തൊട്ടിൽ കെട്ടി കൊച്ചിനെ ഉറക്കണം. ആ ഒരു ചടങ്ങും കൂടെ ഇനി ബാക്കിയുണ്ട്. അങ്ങനെ തൊട്ടിൽ കെട്ടലിൻ്റെ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. തൊട്ടിൽ കിട്ടേണ്ട താമസം പുള്ളിക്കാരി ഇതിൽ കിടന്നിട്ട് സുഖമായിട്ട് അങ്ങോട്ട് ആടാൻ തുടങ്ങി. കരയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു കൂസലുമില്ല. ഇനി വഴിയിൽ കൂടെ വന്നവരും പോയവരും എല്ലാവരും കൊച്ചിനെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാട്ടകം തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ തമിഴ്നാട് റോഡിൻ്റെ കാഴ്ചകളും ആസ്വദിച്ച് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി. എന്താണെന്നറിയില്ല, എനിക്ക് തമിഴ്നാട് കാഴ്ചകൾ കുറച്ചധികം ഇഷ്ടം കൂടുതലാണ്. ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനി കന്യാകുമാരി കയറാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ നേരെ കന്യാകുമാരി പിടിച്ചു. അപ്പോഴത്തേക്കുമാണ് ഒരു പശുനോട്ടക്കാരെ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവരും കൂടെ അവൻ്റെ ബാക്കിൽ അങ്ങോട്ടായി. ആൾ കൂടുന്നത് കണ്ടപ്പം കച്ചവടക്കാരനും പുറകെ വിടാതെ വന്നു. പക്ഷിയെ കൊണ്ട് ചീട്ടടിപ്പിച്ചിട്ട് പല കള്ളക്കഥകളും പറയണത് കേട്ട് നമ്മളെല്ലാം ചിരിച്ച് മണ്ണ് തപ്പി. ഇതിൽ കൂട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമായത് നാദൃശയെ പറ്റി പറയുന്നത് കേട്ടിട്ടാണ്. കല്യാണം കഴിഞ്ഞ് കൊച്ചുമായി ആ കൊച്ചിൻ്റെ ചോറൂണിന് വന്ന നാദൃശ നോക്കിയിട്ട് പറയുക അവനിനി ലവ് മാരേജാണ് നടക്കാൻ പോകുന്നതെന്ന്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഷഹാനെ കണ്ടിട്ട് നമുക്ക് ചിരി സഹിക്കാൻ പറ്റുന്നുമില്ല. കൂട്ടിയിൽ നിന്ന് അഴിച്ചുവിട്ട കിളികളെ പോലെ ഇവരെല്ലാവരും ഇനി പർച്ചേസിന് പോയപ്പം എനിക്കും ഒരു കിളിയെ കിട്ടി. വേറെ ആരുമല്ല, നമ്മുടെ ദേശീയ പക്ഷി തന്നെ. ഞാനിതിൻ്റെ പുറകെ തന്നെ നടന്ന് അതിനെ ബുദ്ധിമുട്ടിക്കാതെ ഓരോ അങ്കിളിൽ നിന്നും ഓരോ ഷോട്ട് എടുക്കാൻ തുടങ്ങി. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നിൽക്കുന്നത്. പക്ഷേ